ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വില്ലയാണ്, അതും ഗേറ്റഡ് വില്ലയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ റൂട്ടിലാണ്. എക്സാക്ട് പറയുകയാണെങ്കിൽ കോട്ടപ്പുറം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന പ്രൊജക്റ്റിലേക്കുള്ള ദൂരം വരുന്നത്. ശ്വാസ് ഹോംസ് ആണ് ഇതിന്റെ ബിൽഡർ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് തന്നെ നിങ്ങളത് നോക്കിക്കോളൂ. ഗേറ്റഡ് കോമ്പൗണ്ട് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് നല്ല വീതിയുള്ള റോഡാണ്. നമുക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാറുകൾക്ക് വെച്ച് പാസ് ചെയ്ത് പോകാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ശ്വാസ് ഹോംസിന്റെയാണ് ഈ ഒരു ഗേറ്റഡ് പ്രൊജക്ട് വരുന്നത്. 24 അവർ സെക്യൂരിറ്റി സർവീസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 20 ഏക്കർ ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന ഒരു വില്ല അല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ്സ് എല്ലാം കൂടി തന്നെ വരുന്നത്. ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് വില്ലാസ് നോക്കുവാണെങ്കിൽ 52 എണ്ണം, 52 ഇൻഡിപെൻഡന്റ് വില്ലാസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 6 ടവറുകളിലായിട്ടാണ് ഇവിടെ ഫ്ലാറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓരോ ബിൽഡിങ്ങും ഓരോ ടവറുകളും നോക്കുവാണെന്നുണ്ടെങ്കിൽ 15 നിലകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ 6 ടവറുകളും ഒക്യുപ്പൈഡ് ആണ്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമുള്ളതാണ്. കൂടുതലും NRIs ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 30 മുകളിലോളം ഫാമിലീസ് ഇവിടെ താമസിക്കുന്നുണ്ട്. പല ഫ്ലാറ്റ്സിലും നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വളരെ അടുത്താണ്, 15 കിലോമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും എയർ ഹോസ്റ്റേഴ്സ് ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ നോക്കുവാണെങ്കിൽ NRIs ആണ് കൂടുതലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സിംഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഇവിടെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റും അതുപോലെ തന്നെ വില്ലാസും ഒക്കെയാണ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു വില്ലയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വില്ല സെയിലിനായിട്ട് ഇമ്മീഡിയറ്റ് സെയിലിനാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാസത്തേക്ക് മാത്രമാണ് ഈ ഒരു വീടിന്റെ സെയിൽ ഉണ്ടായിരിക്കുള്ളൂ. ജൂലൈ 31, 2025 വരെ മാത്രമാണ് ഈ ഒരു വീടിന്റെ സെയിൽ പീരീഡ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തിനുള്ളിലാണ് ഈ ഒരു വില്ല നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലഭ്യമല്ല. ഇതിന്റെ സെയിൽ പിന്നെ നമ്മൾ നിർത്തിവെക്കും. കുറച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓണറിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സെയിൽ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഓണർ എന്ന് പറയുന്നത് NRI തന്നെയാണ്. അപ്പൊ അദ്ദേഹം അവിടെ സെറ്റിൽ ആവുന്നതുകൊണ്ടാണ് വില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിലിന് ഇട്ടിരിക്കുന്നത്. വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഇവിടെ വില്ലയിൽ താമസിച്ചിരിക്കുന്നത്. ഏകദേശം 2023 ഓണർ ഇത് പർച്ചേസ് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്നത്. അതിനുശേഷം ഇവർ NRIs ആയതുകൊണ്ട് വളരെ കുറച്ച് പീരീഡ്, മീൻസ് എയർപോർട്ടും ജസ്റ്റ് വരെ താമസിക്കാൻ പോകും. അങ്ങനെ വളരെ കുറച്ച് പീരീഡ് മാത്രമാണ് ഈ ഒരു വില്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വില്ല സെയിലിനിട്ടിരിക്കുന്നത്. ആലുവ പറവൂർ റൂട്ടിൽ കോട്ടപ്പുറത്തിനടുത്തായിട്ടാണ്. കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് 500 മീറ്റർ ആണ് വരുന്നത്. ഇവിടെ നിന്ന് ആലുവ UC കോളേജിലേക്ക് 4.5 കിലോമീറ്റേഴ്സും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ തന്നെ ആലുവയാണ് അടുത്ത് വരുന്നത്. 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകാൻ 15ഉം എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ അമ്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കാര്യങ്ങൾ, ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടു. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു പെർട്ടിക്കുലർ വില്ലയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വോൾ നോക്കുവാണെങ്കിൽ ഹാഫ് പോർഷൻ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ആണെന്നുണ്ടെങ്കിലും കോമ്പൗണ്ടിനകത്ത് കൊടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ. ഹാഫ് പോർഷനാണ് നമുക്ക് ഗേറ്റ് വരുന്നത്. ഗേറ്റ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്നാൽ നേരെ കോമ്പൗണ്ടിനകത്തേക്കാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെയാണ് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. രണ്ടാമത്തെ കാർ ആ ഒരു ഭാഗത്തും. ടോട്ടൽ നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീടിനകത്ത് നമുക്ക് കിട്ടുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ക്ലാഡിംഗ് ടൈൽസും ഗ്ലാസ് വർക്കുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാർപോർച്ച് കണ്ടു. കവേർഡ് ആയിട്ടുള്ള ഒരു കാർപോർച്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സൈഡിലുള്ള പോർഷൻ ഒക്കെ നോക്കിയാൽ കാണാം, നല്ല രീതിയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് വാളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്നത്. ഇതിന്റെയും സൈഡിലുള്ള ഏരിയാസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്ലാവ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, അതുപോലെ പപ്പായ ട്രീ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെടികളൊക്കെ നടാനായിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയ ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് നോക്കിയാലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് അവിടെയൊക്കെ വിരിച്ചിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് വീടിന്റെ സിറ്റ് ഔട്ട് കിട്ടുന്നത്. നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് ആണ് വരുന്നത്. മെയിൻ ഡോർ ഇതാണ്, ഒറ്റപ്പാളിയിലാണ്, കിഴക്കോട്ട് ദർശനമായിട്ടാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ വീട് ഫർണിച്ചറുകൾ ഒന്നും തന്നെ സെയിലിനുള്ളതല്ല. നമുക്ക് ഇതിന്റെ ഓണറുമായിട്ട് സംസാരിച്ച് ആവശ്യത്തിനുള്ള ഫർണിച്ചറുകൾ നമുക്ക് എടുക്കാം. കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ബാക്കിയുള്ളത് നമുക്ക് സംസാരിച്ചൊരു റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുകൂടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കാനായിട്ട് പറയാവുന്നതാണ്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് വരുന്നത്. കയറി വരുമ്പോൾ വിൻഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എല്ലായിടത്തും തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വിൻഡോസ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ചെറിയൊരു പ്രാർത്ഥനയ്ക്കായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സോഫ സെറ്റീസ് ഒക്കെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു വീടിന്റെ കൂടെ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷെ അതിനുള്ള റേറ്റ് നമുക്ക് അഡീഷണൽ നമ്മൾ സംസാരിച്ചിട്ട് ചെയ്യേണ്ടി വരും. ഇത്രയും സ്പേസ് ആണ് നമുക്ക് ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ വില്ലാസിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് വരുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഇതുപോലെ സ്റ്റെപ്സ് കയറിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. സാധാരണ കാണുന്ന വില്ലകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ടുള്ള അറേഞ്ച്മെന്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇവിടെ ഒരു 4 സീറ്റർ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 6 സീറ്റർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊക്കെയാണ് നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വയ്ക്കാനായിട്ട് ക്രോക്കറി ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ നോക്കിയാൽ കാണാം, വളരെ മനോഹരമായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻസ് നമുക്ക് ഇവിടെ 2 സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് കൂടി നമുക്ക് വേറൊരു കൗണ്ടർ ടോപ്പ് പോർഷൻ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് ഇതുപോലെ ചെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പർപ്പസിനൊക്കെ ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കോളൂ, വിൻഡോസ് കാണാം. ബ്ലൈൻഡ്സ് കാണുന്ന ഏരിയകളെല്ലാം തന്നെ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ കൗണ്ടർ ടോപ്പ് പോർഷൻസിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇവിടെയായിട്ട് നമുക്കൊരു സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ഡിസൈനുകളൊക്കെ ചെറുതായിട്ടാണ് വരുന്നത്. പക്ഷെ ലൈറ്റ് ഫിറ്റിംഗ്സും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോ ഇവിടെ ഓൾറെഡി സാധനങ്ങളെല്ലാം തന്നെ അറേഞ്ച്ഡ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇവിടെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കുറച്ചും കൂടെ മനോഹരമാക്കാമെന്നുള്ള ഐഡിയ കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലൊരു ഭാഗമാണ് കിട്ടുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നാൽ വീടിന്റെ ഫ്രണ്ടിലേക്ക് പോകുന്ന ആ ഒരു പോർഷൻ ആണ്. ബാക്ക് സൈഡ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കണ്ടോളൂ. നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആണ്. അത്യാവശ്യത്തിന് ഇവിടെ തന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്ലാവ് വരുന്നുണ്ട്, ഒരു പപ്പായയുടെ ഒരു ട്രീ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലൊരു സ്പേസും ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പാരവെയറിന്റെ ആണ് ഫിറ്റിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ഡബിൾ കോട്ട് കഴിഞ്ഞിട്ട് ബാക്കി എത്ര സ്പേസ് നമുക്ക് ഈ ഒരു റൂമിന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഭംഗിയായിട്ട് പെയിന്റിങ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഇന്റീരിയർ എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ 2 സൈഡിലായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഇവിടെയായിട്ട് അവരൊരു വാർഡ്രോബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഭാഗത്തായിട്ടൊരു ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ ആണെങ്കിലും ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്താണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ കേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. ഡോർ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോ തുറന്ന് കാണിക്കാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെറുതായിട്ടൊരു ഹാൻഡ് റെയിൽ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ് അവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു ഹാളാണ് കിട്ടുന്നത്. നമുക്ക് അപ്പർ ലിവിങ്ങിന് വേണമെങ്കിൽ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് എന്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിൽക്കുന്ന സമയത്ത് മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിനിടയിലൂടെ നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് ഒക്കെ അകത്തേക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ നിന്ന ഭാഗത്ത് നിന്ന് സ്റ്റെപ്സ് കയറി വീണ്ടും നമ്മൾ അതിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആദ്യത്തെ ഡോർ വരുന്നുണ്ട്.
അത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡാണ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് 2 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡ്റൂമുകൾ വരുന്നത് ഇവിടെയായിട്ടാണ്, അടുത്തടുത്തായിട്ടാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ഇവിടെ അദ്ദേഹം വീടിന്റെ ഓണറിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് റൂം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീല് കിട്ടുന്നത്. ഇവിടെ 2 വിൻഡോസും ബാക്കിയുള്ള 2 വിൻഡോസും ഈ ഭാഗത്തുമാണ് കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ കാണാം, പല ഡിസൈനുകളിലും പല മോഡലുകളിലും ഒക്കെ ഭംഗിയായിട്ടാണ് ഫ്ലോർ ടൈലുകളും വോൾ ടൈലുകളും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂമുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസും ഈ 2 ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്. ഫാൻ ഫിറ്റിംഗ് മുകളിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡും ബ്രൗൺ ഒക്കെ കൂടിയൊരു കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകളുടെ കളറുകൾ എല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വില്ലയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് എറണാകുളം ജില്ലയിൽ ആലുവയിലുള്ള ശ്വാസ് ഹോംസിന്റെ ഒരു പ്രൊജക്ട് ആണ്. നമുക്ക് ഇതിനകത്ത് വില്ലകൾ വരുന്നുണ്ട്, ഫ്ലാറ്റ്സ് വരുന്നുണ്ട്. അതിനകത്തുള്ള ഒരു വില്ലയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടവരല്ലെങ്കിൽ ഒന്നും കൂടെ പോയി നോക്കിയാൽ കാണും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എത്ര യൂണിറ്റ്സ് ആണ് ഫ്ലാറ്റ്സ് വരുന്നത്, എത്ര വില്ലാസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അമ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ പലതും നമുക്ക് ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ. ഈ ഒരു വില്ലയുടെ സെയിലിന്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കുവാണെങ്കിൽ 4.5 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 4.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വില്ലയിൽ 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആലുവയ്ക്ക് വളരെ അടുത്താണ്, എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. വീട്ടിൽ നിങ്ങൾ കണ്ട സാധനങ്ങളൊന്നും സെയിലിനുള്ളതല്ല, വീട് എംപ്റ്റി ആയിട്ടാണ് നമുക്ക് സെയിലിന് കിട്ടുന്നത്. കുറച്ച് ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തരാനായിട്ട് ഓണർ വില്ലിംഗ് ആണ്. അതിൽ അതിൻ്റെതായ ഒരു കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാവുന്നതാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വില്ല ഇമ്മീഡിയറ്റ് സെയിൽ ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തേക്ക് നമുക്ക് ഈ ഒരു ജൂലൈ 31, 2025 വരെ മാത്രമാണ് ഈ ഒരു വില്ലയുടെ സെയിലിന് ഇട്ടിരിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ മാത്രമാണ് ഈ ഒരു വില്ല സെയിലിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 1 മന്തിലേക്ക് വേണ്ടി നമ്മളൊരു എമർജൻസി സെയിലിന് ഇട്ടിരിക്കുന്ന വില്ലയാണ്. വില്ലയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അത് ലാസ്റ്റ് പ്രൈസ് ആണ്. 1 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ അല്ല. വില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലൊരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒട്ടും ലേറ്റ് ആവണ്ട, എത്രയും പെട്ടെന്ന് വിളിച്ചോളുക. ഇമ്മീഡിയറ്റ് സെയിലാണ്. അപ്പം പ്രൈസ് നെഗോഷ്യബിൾ അല്ല, 1 CR ആണ്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ, വില്ലകളുടെ, ലാൻഡുകളുടെ ഒക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.